ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 6ാമത്തെ ദിനത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം പഠിക്കുന്ന വിഷയം സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. അവളുടെ വിളി ഐക്യപ്പെടാനുള്ള വിളിയാണ്. ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാളാണിത്. എല്ലാ പന്തക്കുസ്തായും സഭയുടെ ജനനത്തിൻ്റെ ഓർമ്മ തിരുനാളാണ്. സഭ ദൈവത്തിൻ്റെ ദൗത്യം തുടരാൻ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ നിയോഗിക്കപ്പെട്ടവളാണ്. സഭയെക്കുറിച്ച് നമുക്ക് അറിയുന്ന 4 ലക്ഷണങ്ങളുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നതാണ് ഇതെല്ലാം. സഭ ഏകമാണ്. സഭയുടെ ഒന്നിപ്പ്, സഭയുടെ കൂട്ടായ്മ, അതിൻ്റെ ഹൃദയസ്പന്ദനം സ്നേഹമാണ്. 2, സഭ വിശുദ്ധമാണ്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സഭയിൽ വിശുദ്ധന്മാരുള്ളത് കൊണ്ടാണ് സഭ വിശുദ്ധമാണെന്ന്. അല്ല, സഭയുടെ വിശുദ്ധി ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ തുടർച്ചയാണ്. സഭ പരികർമ്മം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക് നൽകുന്നതാണ്. 3, സഭ ശ്ലൈഹികമാണ്. കർത്താവ് സഭ സ്ഥാപിച്ചപ്പോൾ സഭയ്ക്ക് നാട്ടിയ തൂണുകളാണ് 12 അപ്പസ്തോലന്മാരെ. മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? 2 നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാ. 1, തൻ്റെ കൂടെ ആയിരിക്കാൻ. 2, തൻ്റെ ദൗത്യം തുടരാൻ, ഐക്യപ്പെടാൻ. കർത്താവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് തൻ്റെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ശിഷ്യൻ സ്ലീഹയാകാൻ വിളിക്കപ്പെട്ടവനാണ്. കർത്താവിനോടുള്ള നമ്മുടെ സാരൂപ്യപ്പെടലാണ് നമ്മുടെ ശിഷ്യത്വം. കർത്താവിൻ്റെ ദൗത്യം സഭ തുടരുന്നതാണ് നമ്മുടെ സ്ലീഹാത്വം. ശ്ലൈഹികമായ അടിത്തറയിലാണ് കർത്താവ് തൻ്റെ ദൗത്യം സഭയ്ക്ക് കൈമാറിയത്. 4, സഭ സാർവത്രികമാണ്. ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, മാത്രമല്ല 2ാമത്തെ ആഗമനം വരെ, അതായത് സമയത്തിൻ്റെ അവസാനം വരെ. സഭയ്ക്ക് സാർവത്രികത ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നുണ്ട്, അവൻ എല്ലാവർക്കും എല്ലാമാണ്. അവൻ എല്ലാവർക്കും എല്ലാമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, കർത്താവിനെ വധിക്കാനായിട്ട് സൻഹെദ്രിൻ കൗൺസിൽ ആലോചന നടത്തിയപ്പോൾ അവിടെ ഗമാലിയേൽ പറഞ്ഞ ഒരു വചനമുണ്ട്, അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിലേ നിങ്ങൾ ആര് തീർത്താലും അവൻ തുടർന്ന് ജീവിക്കും. അവൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകും. ഒരുപക്ഷെ അവൻ ബലിയായി അർപ്പിക്കപ്പെടാൻ നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൻ്റെ പിറകിലെ ചിതറിക്കപ്പെട്ട ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള
ദൈവത്തിൻ്റെ നിയോഗമാണ്. അതുകൊണ്ട് സഭയുടെ സാർവത്രികത എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സാർവത്രികതയല്ല. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തൻ്റെ ഏകജാതനെ അറിയാൻ, അവരിലൂടെ പിതാവായ ദൈവം ഈ ലോകത്തിന് കൊടുത്ത സ്നേഹം അനുഭവിക്കാൻ ഇടയാകണം. സ്നേഹമുള്ളവരെ, സഭയുടെ ഈ സാർവത്രികതയിലെ, സഭയുടെ ഈ ശ്ലൈഹികതയിലെ സഭ നിർവഹിക്കേണ്ട 3 സുപ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. The 3 great commandments. ഒന്നെന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സഭയുടെ അസ്തിത്വത്തിൻ്റെ ആത്മസ്പന്ദനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. എന്നൊക്കെ സഭയിൽ സ്പർദ്ധയുണ്ടായിട്ടുണ്ടോ, എന്നൊക്കെ സഭയിൽ വിഭജനം ഉണ്ടായിട്ടുണ്ടോ, എന്നൊക്കെ ഇടതും വലതും തമ്മിൽ വടം വലിച്ചിട്ടുണ്ടോ, അന്നൊക്കെ സഭയുടെ അസ്തിത്വം രോഗഗ്രസ്തമാണ്. സഭ സ്നേഹത്തിൻ്റെ ഒന്നിപ്പാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സ്നേഹം പരികർമ്മം ചെയ്യുന്ന ഇടമാണ് സഭ. 2, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവ് സിയോൻ ഊട്ടുശാലയിലെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ്. ഒരുപക്ഷെ സഭ കൈകാര്യം ചെയ്യുന്ന കൗദാശികമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പരികർമ്മങ്ങളും കർത്താവിൻ്റെ ജനനവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഓർമ്മിക്കാനും അത് പങ്കുപറ്റാനും അതിൽ ജീവിക്കാനും നമുക്ക് നൽകുന്ന വലിയ അവസരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവിൻ. വിശ്വാസം എന്ന് പറയുന്നത് ഓർമ്മ കൊണ്ടാടുന്നതാണ്. ഓർമ്മ ജീവിതത്തെ ത്രസിപ്പിക്കുന്നതാണ്. ഓർമ്മയില്ലാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ ജീവിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ഫെയ്ത്ത് അൾഷൈമറുണ്ട്, വിശ്വാസത്തിൻ്റെ ഓർമ്മക്കുറവ്. 3ാമതായിട്ട് ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ സുപ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആകയാൽ നിങ്ങൾ പോകുക, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, ലോകത്തിൻ്റെ അവസാനം വരെ, സർവ്വജാതികളോടും നിങ്ങൾ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക. നിങ്ങൾ പാപികളെ മാനസാന്തരപ്പെടുത്തുക. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകുക. സഭ ക്രിസ്തുവിൻ്റെ വിശ്വാസ പൈതൃകങ്ങൾ കൊടുക്കുന്ന ഗർഭപാത്രമാണ്. സഭയിലൂടെയാണ് ഒരാള് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലും ക്രിസ്തുവിൻ്റെ രക്ഷയിലും പങ്കുപറ്റുന്നത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കെട്ടുറപ്പാണ്, നമ്മുടെ സംഘാത്മകത. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, സിമെന്റിന്റെ പരസ്യം പറഞ്ഞതുപോലെയാണ്, ആർക്കും തകർക്കാൻ പറ്റാത്ത കോട്ടയാണ് കത്തോലിക്ക സഭ. കാലം മാറിയതനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. സഭയുടെ കെട്ടുറപ്പ്. പക്ഷെ സഭ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കൾട്ടിക്കാണ്. നമ്മളെപ്പോഴും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു. വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, വിവാഹം, മാമോദീസ, മരണം, മരണത്തിൻ്റെ ഓർമ്മ കൊണ്ടാടല്, പുണ്യവാന്മാരുടെ തിരുനാളുകൾ. സഭയുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളൊരു മാനമെന്ന് പറയുന്നത് സഭ ആഘോഷങ്ങളുടെ
ഒരു വലിയ സാന്നിധ്യമാണ്. സഭയുള്ളിടത്തൊക്കെ ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളൊന്നും തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഇതെല്ലാം ആവശ്യമാണ്. പരിമിതി വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എല്ലാറ്റിനും ഒരു അതിർത്തിയൊക്കെ വേണം. എന്നാൽ സഭയുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയാമോ? സഭയുടെ ഏറ്റവും വലിയ പോരായ്മ, സഭ അയക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണെന്നുള്ള ബോധ്യം സഭയ്ക്കകത്ത് ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴും കാത്തലിക് ചർച്ചിനെ കുറിച്ചിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന ഒരു പരാതിയുണ്ട്. ഇറ്റ്സ് എ കൾട്ടിക് ചർച്ച്. അവരെ കുറിച്ച് പറയുന്ന ഒരു പത്രാസുണ്ട്. ഇറ്റ്സ് എൻ എവാഞ്ചലിക്കൽ ചർച്ച്. എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളും എല്ലാ പന്തക്കുസ്ത സഭകളും സുവിശേഷാത്മകമായിട്ട് വചനപ്രഘോഷണത്തിനും കർത്താവിൻ്റെ സുവിശേഷ സർവരെയും അറിയിക്കാനും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ തിരിച്ചറിവ്. സഭ അയക്കപ്പെട്ടിരിക്കുന്നത് പ്രഘോഷിക്കപ്പെടാനാണ്. അവൻ വിളിച്ചത് തൻ്റെ കൂടെ ആയിരിക്കാൻ മാത്രമല്ല, തൻ്റെ ജനത്തിന് വേണ്ടി അയക്കപ്പെടാൻ, അവർക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിലെ 18 തുടങ്ങി 20 വരെയുള്ള വാക്കുകൾ പറയുന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ സൗഖ്യം കൊടുക്കണം, നിങ്ങൾ മരിച്ചവർക്ക് ഉയർപ്പ് കൊടുക്കണം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം, പാപികൾക്ക് മോചനം കൊടുക്കണം. ആത്യന്തികമായിട്ട് നിങ്ങൾ എൻ്റെ ദൗത്യം തുടരണം. വത്തിക്കാൻ സൂനകദോസിലെ 1965 ഡിസംബർ മാസം 7-ാം തീയതി പാസാക്കിയ ഒരു വലിയ ഡിക്രിയാണ് ആദിജന്തസ്. മിഷനെ കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടാണത്. വിജാതിയരോട് സുവിശേഷം പ്രസംഗിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്, ഒരു അപ്പസ്തോലിക ലേഖനമാണത്. 1990 ഡിസംബർ 7-ാം തീയതി ഈ ആദിജന്തസ് എന്ന അപ്പസ്തോലിക ചാക്രിക ലേഖനത്തിൻ്റെ സിൽവർ ജൂബിലിക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു പുതിയ ചാക്രിക ലേഖനം എഴുതി. റെഡംപ്റ്റോറിസ് മിസ്സിയോ, രക്ഷകന്റെ ദൗത്യം, രക്ഷകന്റെ പ്രേക്ഷിതത്വം. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മുടെ സഭ വളരെ പരിമിതപ്പെട്ടു പോകുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ സഭ മോർ ആൻഡ് മോർ ബിക്കമിങ് കൾട്ടിക്, മോർ ആൻഡ് മോർ ബിക്കമിങ് കൺസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ സഭയുടെ വിജയം അളക്കുന്നത് എന്താ? നമ്മുടെ സ്ഥാപനങ്ങളിലാണ്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എവരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഹഡിൽ ഫോർ ഇവാഞ്ചലൈസേഷൻ. നമ്മൾ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സുവിശേഷവൽക്കരണം അപകടപ്പെടുകയാണ്. നമ്മൾ സ്ഥാപനവൽക്കരണത്തിൽ കൂടുതൽ കേന്ദ്രീകൃതരാകുകയാണ്. നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണ്? ആരാ മിഷണറി? മിഷനിൽ പോയിട്ടുള്ളവരെ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, മിഷനിൽ പോയവർക്ക് മാത്രം മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഗധേയമല്ല മിഷൻ പ്രവർത്തനം. മാമോദീസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണ്. ആദിജന്തസ് എന്ന വത്തിക്കാൻ സൂനകദോസിന്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, സഭ സ്വഭാവത്താൽ പ്രേക്ഷിതയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യത്തെ മിഷണറി ക്രിസ്തുവാണ്. പിതാവ് തൻ്റെ സ്നേഹം ഈ ലോകത്തോട് പങ്കുവെക്കാൻ ക്രിസ്തു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു.
അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, വിളവ് അധികമാണ്, വേലക്കാർ ചുരുക്കമാണ്, നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ പോകുവിൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന 2 വിശുദ്ധരുണ്ട്. ഒന്ന് തോമസ് ലീഹയാണ്. ഒരുപക്ഷെ ആ 12 അപ്പസ്തോലന്മാരിലെ ഏറ്റവും ദീർഘദൂരം യാത്ര ചെയ്ത് ഭാരതത്തിൽ വന്നത് തോമസ് ലീഹയാണ്. ഒരുപക്ഷെ തോമസ് ലീഹയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സന്ദർഭം, കർത്താവ് യൂദയായിലേക്ക് പോകാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ ലാസറിൻ്റെ കുഴിമാടത്തിലെ പോയി അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയപ്പോൾ തോമസ് ലീഹ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരെ പോകുന്നില്ലെങ്കിലും ഞാൻ പറയുന്നു നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം തോമസ് ലീഹ വാക്കുപാലിച്ചത്. എല്ലാ അപ്പസ്തോലന്മാരും പോയതിനേക്കാൾ വിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വിദൂരസ്ഥമായിട്ടുള്ള ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് വന്നത്. തോമസ് ലീഹായുടെ വിശ്വാസത്തെ നമ്മൾ വിളിക്കുന്നത് എന്താ മക്കളെ? മാർഗം. എന്താ മാർഗം? കർത്താവിനോട് തോമസ് ലീഹ ചോദിച്ചു യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ, നീ എവിടേക്കാ പോണേ? നീ പോകുന്ന വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നീ പറയണം കൃത്യമായിട്ട്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഒരുപക്ഷെ തോമസ് ലീഹ ആ വഴി എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതത്തിൽ വന്നത്. അതുകൊണ്ടാണ് തോമസ് ലീഹയുടെ വിശ്വാസത്തെ നമ്മൾ മാർഗമെന്ന് വിളിക്കുന്നത്. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന കളിക്കുള്ള പേരെന്താണ്? മാർഗം കളി എന്നാണ്. സ്നേഹമുള്ളവരെ, രണ്ടാമത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് സേവ്യറിനെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം കണ്ടിട്ടുണ്ട്. ലൂർദിനോട് താഴെ കിടക്കുന്ന സ്പെയിനിൻ്റെ ഒരു ഭാഗമാണ്. ഷവേർ എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ല, ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ പ്രഭുവാണ് ഫ്രാൻസിസിന്റെ അപ്പൻ. ആ പ്രഭുവിൻ്റെ പേരാണ് രാജ്യത്തിന് കൊടുത്തത്, ഷവേർ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു അവിടെയുണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം എന്നെ അത്ഭുതപ്പെടുത്തി. ദാമി ആനിമാസ് ഛത്രത്തോളെ, ദൈവമേ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം നീ എടുത്തുകൊള്ളുക. ദൈവമേ നീ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. അദ്ദേഹം വീട്ടിൽ നിന്ന് കപ്പൽ കയറി ഗോവയിൽ വന്നിറങ്ങി. പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയില്ല. ഇവിടെ ജീവിച്ച് കടലോരങ്ങളെ മാനസാന്തരപ്പെടുത്തി പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം മണികുട്ടി നടക്കുമെന്നാണ് പറയുന്നത്. കയ്യിലൊരു കുരിശുണ്ടായിരുന്നു. ആ കുരിശ് കാണിച്ച് അദ്ദേഹം കർത്താവിനെ പ്രസംഗിച്ചു. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളം പേർക്ക് മാമോദീസ കൊടുക്കാൻ കർത്താവിൻ്റെ കൈകൾ ഉപകരണമായി. ആത്മാവ് വർഷിക്കപ്പെടുന്നത് ആത്മാക്കളെ നേടാനാണ്. പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരെയും എൻ്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ കൂട്ടായ്മയിലെ സഭ കൂടുതൽ പ്രേക്ഷിതോന്മുഖമാകാൻ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം, ഈ പന്തക്കുസ്ത നമുക്ക് കാരണമാകണം. ഞാനും നിങ്ങളൊക്കെ പള്ളിയിൽ കുർബാനയും കണ്ട് കുമ്പസാരിച്ച് പെരുന്നാളും നടത്തി പ്രസേന്റിയുമായിട്ട് പിന്നെ ചോദിക്കുന്ന കാശുകളൊക്കെ പള്ളിക്ക് സംഭാവന ചെയ്തിട്ട് ജീവിക്കുക. തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിനപ്പുറത്ത് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനാണ്. സഭാ സ്വഭാവത്താലെ പ്രേക്ഷിതയാണുള്ള തിരിച്ചറിവ് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ ഓർമ്മ ഈ പന്തക്കുസ്തായിൽ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കപ്പെട്ടത്
അയക്കപ്പെടാനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണേ. സഭ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കൂട്ടുത്തരവാദിത്വം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സർവ്വ മനുഷ്യരോടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ആവേശവും ആർജവത്വവുമാണ്. ഞങ്ങൾക്കത് നൽകണേ കർത്താവേ. വിശുദ്ധ തോമസ് ശ്ലീഹായെ പോലെ, ഫ്രാൻസിസ് സേവ്യറിനെ പോലെ കർത്താവെ, ഞങ്ങൾ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ, കരം കോർക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, നാളെ 7ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് മിഷണറിമാരാകാനാണ്. എങ്ങനെയാണ് എനിക്ക് ഒരു മിഷണറിയായി തീരാൻ സാധിക്കുക? വീണ്ടും പുതിയൊരു പന്തക്കുസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ.